ഹബീബിന്റെ ഒരു സഹോദരിയുണ്ട്, നബി തങ്ങളുടെ സഹോദരി. ചരിത്രത്തിൽ വളരെ അല്പം മാത്രം പേര് പറയപ്പെടുകയും എന്നാൽ അധികമൊന്നും ചർച്ച നടക്കാതിരിക്കുകയും ചെയ്ത മഹദിയായ ഷൈമാ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹാ. അത് നബിയുടെ പെങ്ങളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഹബീബ് പാല് കുടിച്ചത് ഹലീമ ബീവിയുടെ പാലാണ്. ഹലീമ ബീവി നബി തങ്ങളുടെ ഫോസ്റ്റർ മദറാണ്. നബി തങ്ങൾക്ക് പാല് കൊടുത്ത ഉമ്മയാണ്, റളാഅ ബന്ധമുള്ള ഉമ്മയാണ്. ഹലീമ ബീവിയുടെ പാല് കുടിച്ചവരാണ് ഷൈമാ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹാ. ത്വായിഫ് ജയിച്ചടക്കുകയാണ്. ത്വായിഫുകാർ, നബിയുടെ ഉമ്മയുടെ കുടുംബക്കാർ അവിടെയുണ്ട്, നബിയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് ചെന്നപ്പോ പ്രായമായ ഒരു സ്ത്രീ അതാ ഹബീബിനെ കാണാൻ വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, മൻ തുരീദീൻ, നിങ്ങൾ ആരെയാണ് കാണേണ്ടത്? എന്തിനാണ് ആണുങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഷൈമാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഷൈമാ ബീവി പറഞ്ഞു, ഇസ്മി, എന്റെ പേര് ഷൈമാ ബിൻതുൽ ഹാരിസ് എന്നാണ്. ആരാണ് നിങ്ങൾ? ഒന്നുകൂടെ പറയൂ, ആരാണ് നിങ്ങൾ? ഹബീബായ നബി തങ്ങളുടെയുമായുള്ള ബന്ധം അവരെ പറയാൻ തുടങ്ങി. അന ഉഖ്തുഹു, ഞാൻ നബിയുടെ പെങ്ങളാണ്, ഹബീബിന്റെ സഹോദരിയാണ്. മിനർ റളാഅ, മുലകുടി ബന്ധമുണ്ട് ഞാനും നബിയും തമ്മിൽ. ഞാനും നബിയും ഒരാളുടെ പാല് കുടിച്ചിട്ടുണ്ട്, ഹലീമ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ. അതുകൊണ്ട് ഞാനും റസൂലും സഹോദരങ്ങളാണ്. അത് പറഞ്ഞപ്പോഴേക്കും സ്വഹാബിമാർ വഴി കൊടുക്കുകയായി. ഷൈമാ ബീവി അതാ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഷൈമാ ബീവിയെ കണ്ടപ്പോ ഒരുപാട് കാലമായി കണ്ടിട്ട് ഷൈമാ ബീവിയെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കരഞ്ഞു. നമ്മൾ ഓർത്തു നോക്കൂ, കൊല്ലങ്ങളായി കണ്ടിട്ടില്ലാത്തൊരു സഹോദരനെ, ഒരു ഉടപ്പിറപ്പിനെ കണ്ടപ്പോഴുള്ള ഒരു സ്നേഹം ഹബീബ് കാണിച്ചു. ഷൈമാ ബീവിയെ കെട്ടിപ്പിടിച്ചു. നബി തങ്ങളത് പെങ്ങളാണ്, നബി തങ്ങൾക്ക് അനുവദനീയമാണ്. ഹബീബായ തങ്ങൾ കരഞ്ഞു. ഹബീബായ നബി അവരെ നബിയുടെ പരിശുദ്ധമായ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ട്, അവിടെ ഇരുത്തി മഹദി ബീവിയെ. എന്നിട്ട് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അവിടെ വെയിലുണ്ട്. ഹബീബായ നബി തങ്ങൾ ബീവിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ അവർക്ക് കുട ചൂടിക്കൊടുത്തു. ഹബീബായ നബി തങ്ങൾ, നമ്മൾ ആരെങ്കിലും പെങ്ങളെ ഇങ്ങനെ നോക്കാറുണ്ടോ? സഹോദരിമാരെ ചിലപ്പോ നോക്കും, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ പാടായി. അങ്ങനെയല്ല, സഹോദരി സഹോദരിയാണ്, സഹോദരൻ സഹോദരനാണ്. സ്നേഹബന്ധം സമ്പത്തിന്റെ പിന്നാലെയാവരുത്. പെങ്ങളും തന്നെ ആങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് നടക്കരുത്. ആങ്ങളെ പെങ്ങളിൽ നിന്ന് വല്ലതും അടിച്ചു മാറ്റണമെന്ന് വിചാരിച്ച് ആങ്ങളെയും നടക്കരുത്. നമ്മുടെ സ്നേഹബന്ധം രണ്ടു തുണ്ട് ഭൂമിക്ക് വേണ്ടിയായി പോകരുത്. നമ്മുടെ സ്നേഹബന്ധം സമ്പത്തിന് വേണ്ടിയായി പോകരുത്, ആധാരത്തിന്റെ പേരിലായി പോകരുത്. നമ്മുടെ സ്നേഹത്തിന്റെ ആധാരം അല്ലാഹു തന്ന ഈമാനായിരിക്കണം, അല്ലാഹു തന്ന കുടുംബ ബന്ധമായിരിക്കണം. ആ കുടുംബ ബന്ധം ചേർത്തുമ്പോൾ ആയുസ്സിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകും. അതല്ലേ നമുക്കൊക്കെ വേണ്ടത്? റിസ്കിൽ ബറക്കത്തുണ്ടാവാൻ കാരണം സഹോദരങ്ങളോട്, സഹോദരിയോട്, എളാപ്പ മൂച്ചാപ്പയോട്, അമ്മായിമാരോട്, പിതാവിന്റെ ബന്ധുക്കളോട്, ഉമ്മയുടെ ബന്ധുക്കളോട് അടുപ്പം കാണിക്കണം, സ്നേഹം കാണിക്കണം. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുകയും വേണം. മഹദി റളിയല്ലാഹു അൻഹ ഷൈമാ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തുരീദീനൽ ഹയാത മഈ, ഷൈമാ എന്റെ കൂടെ ജീവിക്കുന്നോ? എന്റെ കൂടെ ജീവിക്കുന്നോ? മദീനയിൽ താമസിക്കുന്നോ? ഔ തുരീദീന അഹ്ലകി, അതല്ല ത്വായിഫിൽ തന്നെ നിങ്ങൾ താമസിക്കുകയാണോ? ഹലീമ ബീവിയുടെ നാട് ത്വായിഫാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾക്ക് മുല കൊടുത്ത സ്ഥലം അവിടെയാണ്. ഷൈമാ ബീവി ത്വായിഫിലാണ് താമസം. ഷൈമാ, നിങ്ങൾ മദീനത്തോട്ട് വരുന്നുണ്ടോ എന്റെ കൂടെ? അതല്ല, നിങ്ങൾ ഇവിടെ താമസിക്കുകയാണോ നിങ്ങളുടെ മക്കളോടുകൂടെ? ഉരീദു അഹ്ലി വ അത്ഫാലി, ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം എന്റെ മക്കളെ നോക്കി ജീവിക്കാം നബിയെ എന്ന് പറഞ്ഞ് പെങ്ങളെ ആ കണ്ടു പിരിയുമ്പോൾ എത്രയാ നബി തങ്ങൾ സമ്മാനം കൊടുത്തത്? എത്രയാ കൊടുത്തത്? എത്രയോ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ സഹോദരിമാരെ, പെങ്ങന്മാരെ സഹായിക്കുമ്പോ നിങ്ങൾ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്? അവർക്ക് വേറെ വരുമാനല്ലേ? നിങ്ങൾ എന്തിനാ അവരെ നോക്കുന്നത്? അവർക്ക് ആളില്ലേ എന്ന് പറഞ്ഞ് സ്വന്തം പെങ്ങളോടുള്ള ബന്ധം പോലും ഒരു പെണ്ണെ, നീ നിന്റെ ഭർത്താവിന്റെ കുടുംബ ബന്ധത്തെ മുറിച്ചു മാറ്റരുത്.
കുടുംബബന്ധം സമ്പത്തിലും അപ്പുറം കിടക്കുന്ന ബന്ധമാണ്. കുടുംബബന്ധം രണ്ടു തുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. 6 അടി മണ്ണിൽ പോയി കിടന്നാൽ ഉപകാരം കിട്ടുന്ന ബന്ധമാണ് നമ്മുടെ കുടുംബബന്ധം. ഷൈമാ ബീവിക്ക് നബി തങ്ങൾ കൊടുത്ത സമ്മാനം എത്രയാണെന്നറിയുമോ? 100 ഒട്ടകമാണ് നബി തങ്ങൾ കൊടുത്തത്. അന്ന് ഗനീമത്ത് കിട്ടിയിട്ടുണ്ട്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സമയമാണ്. 100 ഒട്ടകം വരി വരിയായി മഹദിയായ ഷൈമാ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മുത്തനബി തങ്ങൾ സ്വഹാബികളോട് കൊടുക്കാൻ പറഞ്ഞു. 100 ഒട്ടകവുമായിട്ടാണ്, അതിന്റെ മീതെ സാധനങ്ങളും വെച്ചിട്ടാണ് സ്വന്തം പെങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇതില്ലാതെയായാൽ കുടുംബബന്ധം ശിഥിലം. എന്തിനാണ് കൊട്ടാരം പോലത്തെ വീട്, അതിനുള്ളിൽ ജീവിക്കുന്നവർക്ക് സ്നേഹമില്ലെങ്കിൽ? എന്തിനാണ് മണിമാളികകളും വലിയ വലിയ മതിൽക്കെട്ടലുകളും? അതിനുള്ളിൽ താമസിക്കുന്ന ആണിനും പെണ്ണിനും അവിടെ വരുന്ന വിരുന്നുകാരോടോ ബന്ധുക്കളോടോ സ്നേഹമോ അടുപ്പമോ ഇല്ല. അവര് വന്നാൽ തറയിൽ ചളിയാകും, അവര് വന്നാൽ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കും, അവര് വന്നാൽ ബാത്റൂം വൃത്തികേടാവും, അവര് വന്നാൽ ഡൈനിങ് ടേബിളിൽ വിഷമുണ്ടാകും, അവര് വന്നാൽ പാത്രം പൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഈ ദുന്യാവിലെ എച്ചിലുകളുടെ മേൽ കെട്ടിവെച്ചാൽ എവിടെന്നാണ് സ്നേഹബന്ധമുണ്ടാവുക? മനുഷ്യനെ കുടുംബമായി അള്ളാഹു പടച്ചപ്പോഴാണ് അള്ളാഹു കുടുംബബന്ധം എന്ന് പറഞ്ഞ, റഹിം എന്ന് പറഞ്ഞ ആ സാധനം, അതിന് രൂപമുണ്ട്. ആ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അർശിൽ പിടിച്ചിട്ട് പറയുകയാണ്, അള്ളാഹുവേ, ഞാൻ കുടുംബ ബന്ധമാണ്, എന്നാരും മുറിച്ചു മാറ്റരുത് എന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അള്ളാഹു കുടുംബ ബന്ധത്തോട് പറഞ്ഞത്രേ. സ്വഹീഹായ ഹദീസാണിത്. കുടുംബ ബന്ധമേ, അമാ തർളാ, നിനക്കിഷ്ടമല്ലയോ അൻ അസ്വില മൻ വസലകി വഅഖ്തഅ മൻ ഖതഅകി, നിന്നോട് അമാ തർളൈന, നിനക്കിഷ്ടമല്ലയോ നിന്നെ ചേർക്കുന്നവരോട് ഞാൻ എന്റെ ബന്ധം ചേർക്കുമെന്നും നിന്നെ മുറിച്ചു കളയുന്നവരോട് ഞാൻ എന്റെ ബന്ധം മുറിച്ചു കളയുമെന്നും അതുപോലെ എന്ന് അല്ലാഹു ജല്ല ജലാലു ചോദിച്ചപ്പോൾ റദീതു യാ റബ്ബ്, മതി റബ്ബേ മതി റബ്ബേ എന്ന് പറഞ്ഞ് കുടുംബ ബന്ധം അവിടെ നിന്ന് യാത്ര ചോദിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്